ഹലോ ഹെഡ്മിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. രാവിലെ തന്നെ ജോസച്ചാൻ്റെ അടുത്ത പണിയുമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് കേടായി. അപ്പോൾ ഇത് പഴയ മോഡലാണ്. ഇത് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു കടയിൽ പോയി ചോദിച്ചു. അവരുടെ ഗോഡൗണിലൊക്കെ തപ്പി അങ്ങനെ കിട്ടിയതാണ്. ഇത് സെയിം കളർ തന്നെ കിട്ടി. അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ പുറവെയാണ് ഇന്ന്. അപ്പോൾ ഹെൽപ്പറായിട്ട് ഞാനാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾ യൂസ് ചെയ്യാതെ കിടന്ന വീടായതുകൊണ്ട് പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്, ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞത് കേട്ടിട്ട് ആർക്കൊക്കെ റിപ്പീറ്റേഷനായി തോന്നുന്നുണ്ടോ? കാരണം ഞാൻ വേറെയും വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, അടച്ചിട്ട വീടാണ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റ് ഇട്ടയാൾ എൻ്റെ എല്ലാ വ്ളോഗും കാണുന്ന ആളായിരിക്കണം, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഫീൽ ചെയ്തത്. അതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, എൻ്റെ എല്ലാ വ്ളോഗും കാണുന്നതിൽ. അതുപോലെ കാത്തിരുന്ന് കാണുന്ന കുറേ പേരുണ്ട്, വ്ളോഗുകൾ സ്ഥിരമായിട്ട് കാണുന്നവരുമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കമൻ്റ് എന്ന് പറയുന്നത്, നാട്ടിൽ വന്നിട്ട വ്ളോഗുകളിൽ കൂടുതലും റിപ്പീറ്റേഷനാണ് വരുന്നത്. ബോംബെയിലാണ് എൻ്റെ സാധനങ്ങൾ, വൃത്തിയാക്കാൻ ഇനിയുണ്ട്, ഇനി ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഇതൊന്നും എപ്പോഴും പറയണ്ട, അങ്ങനെ ചിന്തിക്കല്ലേ, ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പറയുന്നേ എന്തിനാ, പോസിറ്റീവായിട്ട് ചിന്തിക്ക്, നോർമൽ കണ്ടിന്യൂഷൻ ടോക്ക് മതി എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, ഇപ്പം ആദ്യം തന്നെ ബോംബെയിലാണ് സാധനങ്ങൾ എന്ന് പറയാൻ കാര്യം, ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ അത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ, പറയാത്ത വീഡിയോകളിൽ ഒരു 10 കമൻറ്റെങ്കിലും കാണും, ചേച്ചി ഈ പാത്രം മാറ്റൂ. നിങ്ങൾ തന്നെ കമൻറ്റ് വായിച്ചു നോക്കിയാൽ മതി. എൻ്റെ വ്യൂവേഴ്സ് തന്നെ അങ്ങനെ പറയുന്നവർക്ക് ചെന്ന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം മാറ്റൂ, ഇത് കൊള്ളില്ല, ഇത് പഴയതാണ്. അങ്ങനെയുള്ള ചോദ്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബോംബെയിലാണ് സാധനങ്ങൾ. എല്ലാ വ്ളോഗും എല്ലാവരും കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും എൻ്റെ പല പഴയ വ്യൂവേഴ്സും ഇപ്പോഴും വന്ന് എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് വീഡിയോയിൽ, അയ്യോ ചേച്ചി ബോംബെയിൽ നിന്ന് വന്നോ, ചേച്ചി ജോലി വിട്ടോ, നാട്ടിൽ സെറ്റിലായോ, ഇങ്ങനെ പഴയ വീഡിയോകൾ അവർ കണ്ടിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന പലരും ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കാണാത്തവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഡബ്ബകളും എൻ്റെ പാത്രങ്ങളും, അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം, ഞാനിപ്പം നിങ്ങളെല്ലാവരും പറയും ചേച്ചി മുറ്റമൊക്കെ കാണിക്കണേ, അയ്യം കാണിക്കണേ, പരിസരം കാണിക്കുന്നത്, വൃത്തിയായിട്ട് തൂക്കാതെ ഇട്ടേക്കുന്ന കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും, ചേച്ചിക്ക് ആ മുറ്റം ഒന്ന് തൂത്തിട്ടൂടെയെന്ന്. അതിനുള്ള മറുപടിയാണ്, എനിക്ക് ചൂല് മേടിച്ചിട്ടില്ല, എനിക്കിനി ചൂല് മേടിക്കണം, അല്ലെ ക്ലീനിങ് കുറച്ചുകൂടെ ഉണ്ട്, അതിനുള്ള മറുപടിയാണ്. പിന്നെ ഞാൻ നോർമലായിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, എൻ്റെ വിശ്വാസം ഞാൻ നോർമലായിട്ട് തന്നെ, ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന കണക്ക് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി വേറെ ആർക്കൊക്കെ ഈ കമൻ്റ് ഇട്ട ആളിൻ്റെ കൂട്ട് ചിന്ത വന്നു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ വന്നു എങ്കിൽ ഇതാണ് റീസൺ. കാരണം വർഷങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ചിന്താഗതി ഒരു 90% വരെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും വരുന്നതെന്ന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ക്ലിയറായി എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അത് റിപ്പീറ്റായിട്ട് തോന്നി, ബോറായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇനിയിപ്പോൾ ഈ ക്ഷമിക്കണേ എന്ന് പറഞ്ഞത് കാരണം ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നതാണത്. കാരണം ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു എന്ന് കരുതിയാൽ നിങ്ങൾ വേണേ കണ്ടാൽ മതി, എനിക്കിങ്ങനെ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ചിന്താഗതിയോടെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് തരുമ്പോൾ അതുപോലെ നിങ്ങളെ ബഹുമാനിക്കേണ്ട കടമ എനിക്കുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് എത്ര ലേറ്റ് ആയാലും, എത്ര സമയം ഇല്ലെങ്കിലും, എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും മറുപടി തരേണ്ട കടമയും എനിക്കുണ്ട്. അപ്പോൾ ഇത്ര ഒരു കമൻ്റായിട്ട് ഇട്ടാൽ അത് എനിക്ക് ടൈപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാകും. ഞാൻ ഈ പറഞ്ഞ ആ ഫീലിങ്ങിൽ ആ കമൻ്റ് ഇടാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഇങ്ങനെ തന്നെ കേട്ടോ. ആ കമൻ്റ് ഇട്ട കുട്ടിയോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം എന്നെ കറക്റ്റ് ചെയ്യാനാണല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത്. ഞാൻ ഇനി ശ്രമിക്കാം, ഇനി കഴിവതും അങ്ങനെ റിപ്പീറ്റുകൾ വരാതിരിക്കാൻ ശ്രമിക്കാം. മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോകുന്നതാണ് അത്. അപ്പോൾ ഫിറ്റിങ്സ് കഴിഞ്ഞു, അതിനുശേഷം മുറ്റം തൂക്കാൻ ഇറങ്ങി, മുറ്റം തൂപ്പ് കഴിഞ്ഞു. പല വീഡിയോയിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണേ തരുന്നത്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു, ഇത് കത്തിക്കേണ്ട ചേച്ചി, അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ടാൽ മതി, അത് മണ്ണിനോട് ചേരുമ്പോൾ വളമാണെന്ന്. പക്ഷേ ഇത് കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി കരിയിലയുണ്ട്, കാറ്റടിക്കുമ്പോൾ ഇത് തന്നെ പറന്ന് മുറ്റത്തോട്ടും വീഴും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കത്തിക്കുന്നത്. അല്ലാതെ തന്നെ മണ്ണിട്ടടുത്ത് ഇഷ്ടംപോലെ ഇല കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മേടിച്ചതാണ് കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും. ഇഞ്ചി നാടൻ ഇഞ്ചിയൊന്നും അല്ല, ഈ ഇഞ്ചിയുടേതായിട്ടുള്ള അത്ര വലിയ എരിവോ ഒരു മണമോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നാടൻ ഇഞ്ചിക്ക് ഭയങ്കര വിലയുമാണെന്ന് തോന്നുന്നു.
അപ്പം നല്ല നനവുണ്ട് ഇതിനൊന്ന് വെയിലത്ത് വെച്ച് ഇത്തിരി ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കാമെന്ന് വെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ കേടാവത്തേ ഉള്ളൂ. പിന്നെ ഉള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാലത്ത് സവാള കൂടുതൽ ഉപയോഗിച്ചിട്ട് കൊച്ചുള്ളി ഇച്ചിരി ഉപയോഗിച്ചുള്ളെങ്കിൽ ഇപ്പോൾ തിരിച്ചാകും കേട്ടോ. കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചുള്ളിയാണ്. എന്തൊക്കെയായാലും കറികളായാലും തോരനായാലും കൊച്ചുള്ളിയിൽ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഞാൻ ഉള്ളി മേടിച്ചുകൊണ്ട് വന്നാൽ ഇതുപോലെ ഉള്ളിക്ക് അന്നേരം തന്നെ നല്ലതങ്ങ് സെപ്പറേറ്റ് മാറ്റുമേ. അതെല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ഒരു ചീഞ്ഞത് അതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഉള്ളി മൊത്തം നശിക്കാൻ അത് മതി. ഇല്ലേ, വിഷം ഒരു തുള്ളി മതി എന്ന് പറഞ്ഞ കണക്കെ. അപ്പോൾ ഞാൻ എപ്പോൾ ഉള്ളി മേടിച്ചാൽ ഇതുപോലെ സെപ്പറേറ്റ് മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ചതഞ്ഞതോ പന്നലാവാറായതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിലിടാറില്ല. അപ്പോൾ ഈ ഉള്ളി ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഇച്ചിരി ഒന്ന് ചൂട് കൊള്ളിച്ചെടുക്കാമെന്ന് വെച്ചു. ഇച്ചിരെങ്കിലും ഈ വെള്ളമോ ഈർപ്പമയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി കേടാവുകയും കൂടുതൽ ചീഞ്ഞു പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെയിൽ കൊള്ളിച്ച് വെക്കുന്നത് നല്ലതാണ്. എൻ്റെ അടുത്ത് 1-2 പേര് ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഞാൻ ഇടാമേ അതോ. ഇത് ഇത്രയാ ബാക്കിയുള്ള പനലാവാൻ തുടങ്ങുന്ന ഉള്ളികളാണ്. ഇതിനകത്തുനിന്ന് നല്ലത് പൊളിച്ച് ഇനി നമുക്ക് സെപ്പറേറ്റ് ഫ്രിഡ്ജിലാക്കാനായിട്ട് മാറ്റാം. ഉള്ളി ഫ്രിഡ്ജിൽ പൊളിച്ച് വെച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം. ഇത്രയും കിട്ടിയിട്ടുണ്ടേ. അന്ന് വാഴപ്പിണ്ടി കിട്ടിയപ്പോൾ ഒരു ചെറിയ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞായിരുന്നു ഇത് അച്ചാറിടാൻ നല്ലതാണ്. സാധാരണ അച്ചാറിടുന്ന കണക്ക് ചുവന്ന കളറിൽ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റി അങ്ങനെ ഇടാം. അല്ലാതെ വെള്ളക്കിടത്തില്ലേ നമ്മൾ മാങ്ങയൊക്കെ വെള്ളക്കിടുന്നത് പോലെ, മാങ്ങ നെല്ലിക്ക ഒക്കെ വെള്ളക്കിടുന്ന കണക്ക് ആ രീതിയിലും ഇടാം. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഏതാ ഇഷ്ടമുള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വെള്ളക്കിടുന്നതിനോട് ഇച്ചിരി താല്പര്യം കൂടുതൽ തോന്നി. അങ്ങനെ ഇട്ട് വെച്ചതാണ്. 3-4 ദിവസം കഴിഞ്ഞു. ഈ ജോസാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലെ തീറ്റിയാണ് ഇപ്പോഴത്തെ ജോലി. അതാ അധികം വേവിക്കാൻ ഞാൻ കിരികിര സൗണ്ടും നമുക്ക് കേൾക്കാൻ തിന്നുമ്പോൾ. ഇച്ചിരി വിനാഗിരി കൂടുതൽ വേണേ, എങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം ഈ പിണ്ടി എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലല്ലോ, ഒരു ടേസ്റ്റും ഇല്ലല്ലോ. അതിനകത്ത് ഈ പുളിയും ഉപ്പും ഒക്കെ പിടിച്ചെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ്, വെറുതെ പറക്കി തിന്നാൻ തോന്നും. എവിടെ പോയിട്ട് വരുവാണ് സാറ്? പോയിട്ട് വന്നിയാ? രാവിലെ പോയിയാ? പിന്നെ അയ്യോ എടാ, നീ പ്രായപൂർത്തിയായോ? 18 വയസ്സ് കഴിഞ്ഞോ? പിന്നെ എങ്ങനെയാ നീ പ്രായപൂർത്തിയാവുന്നേ? നീ പിള്ളേരാ? നീ പിള്ളേരുടെ ലിസ്റ്റിലാണ്? നീ പ്രായപൂർത്തിയായെന്ന് ഒന്നുകൂടെ പറഞ്ഞ. നിന്റെ പ്രായപൂർത്തി കേൾക്കാൻ രസമുണ്ടായിരുന്നു. പ്രായപൂർത്തിയായിരുന്നു അവൻ. കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച ഒരു ചെറിയ മീനില്ലേ, വെള്ള കളറിലെ, ആ മീനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അത് തേങ്ങ അരച്ച് കറി വെക്കാനേ കൊള്ളത്തുള്ളൂ. ചിലർ പറഞ്ഞു അതിൻ്റെ പേര് മണങ്ങ് എന്നാണെന്ന്. വേറെയും 1-2 പേര് പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പം തേങ്ങ തിരുമ്മിയ വഴിക്കങ്ങ് കഴന്നുപോയി. എന്തായാലും നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട്ടു. അരപ്പരച്ചെടുത്ത ശേഷം അരപ്പൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് അതിലേക്ക് കഷ്ണങ്ങൾ ഇടുന്നത്. ഇന്ന് ഞാൻ തക്കാളിയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഞാൻ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല നാട്ടിലും പല പുളിയാണ്. കുടംപുളി യൂസ് ചെയ്യുന്നവരുണ്ട്, സാമ്പാർ പുളി അതായത് പിഴിപുളി യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് എന്നും മീൻകറിയേ ഉള്ളൂ എന്ന്. ഇപ്പം മീൻ കിട്ടുന്നുണ്ടേ, അതുകൊണ്ടാണ്. മീൻകറി ഉണ്ടെങ്കിൽ മീനും എന്തെങ്കിലും ഒരു തോരനും കൂടി മതി. ആ ഒരു ദിവസത്തെ കറി 1-2 ദിവസത്തേക്ക് കാണും. അരപ്പ് തിളയ്ക്കാറായി. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഇങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ കഷ്ണങ്ങളിട്ട് അതൊന്ന് തിളച്ച ശേഷം ചേർത്താലും മതി. കറി നന്നായിട്ട് തിളച്ച ശേഷം ഇന്നത്തെ കറിക്ക് ഞാൻ കടുക് താളിക്കുന്നുണ്ട്. ഒത്തിരി നാളായി ഞാൻ ഈ തേങ്ങ അരച്ച കറിക്ക് കടുക് താളിക്കാറില്ല കേട്ടോ. കടുക് താളിക്കുന്നത് കൊച്ചുള്ളിയിൽ തന്നെ ചെയ്യണം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കൊച്ചുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്തോ കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി, വേണമെങ്കിൽ കളറിന് വേണ്ടി ലേശം മുളക് പൊടി ലാസ്റ്റിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ച്
ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ചേക്കാൻ, തുറക്കുകയേ വേണ്ട. ഇങ്ങനൊരു കറി വെച്ചാൽ നമ്മുടെ വീട് മൊത്തം ഈ കറിയുടെ മണമായിരിക്കും, ഉറപ്പാണ്. തോരൻ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ക്യാബേജാണേ. അപ്പോൾ നമ്മുടെ എന്നുമുള്ള നമ്മുടെ പാവം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അഗാരോയുടെ ചോപ്പർ. അതിനകത്ത് ഈ ക്യാബേജ്, സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നല്ല പരുവത്തിന് കിട്ടിയേ. എണ്ണ ഒഴിച്ച ശേഷം ലേശം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം മസാല ഇട്ടു. മസാലയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഓൾറെഡി ചതച്ച് കഴിഞ്ഞല്ലോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയും മാത്രം നന്നായിട്ട് ഞെരടി ഇതിലേക്ക് ഇട്ട് തട്ടിപ്പൊത്തി അമക്കി അടച്ച് വെക്കാം. ഒട്ടുമേ വെള്ളം ചേർക്കേണ്ട, ആവിയിലിരുന്ന് വെന്താൽ മതി. ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മതി, നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാബേജ് തോരൻ ഒരു 2-3 മിനിറ്റ് അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഞാൻ ഈ ക്യാബേജ് തോരനൊന്നും അധികം വേവിക്കാറില്ല, ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കുന്നത്. ഒന്ന് ആവി വരുന്നുണ്ടേ നല്ലതുപോലെ തട്ടിപ്പൊത്തി അതുപോലെ അമക്കി വെച്ച് അടച്ച് വെച്ചേക്കും. കാരണം ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്, അതിന് നല്ല ചൂടുണ്ട്. ആ ചൂടത്തിരുന്നും അത് വെന്തോളും. അപ്പം നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ജോസാൻ ഇവിടെ മില്ലിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മേടിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് ഇച്ചിരി എണ്ണ കാച്ചാനായിട്ട്. ഞാൻ അതിൻ്റെ കാച്ചുന്നതല്ല, വേറെ ഒരു രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. ഞാൻ പറഞ്ഞില്ലേ മുടി നന്നായിട്ട് കൊഴിയുന്നെന്ന്. അപ്പോൾ ഇപ്പോൾ ഡെയിലി കഞ്ഞിവെള്ളമാണ് ഞാൻ തലയിൽ തേക്കുന്നത്. കഞ്ഞിവെള്ളത്തിൽ പേരയില അരച്ച് അല്ലെങ്കിൽ കറിവേപ്പില അരച്ച് ചേർത്തിട്ട്, അതും അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ ജ്യൂസ്, ഇതിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരിപാടി. നല്ല വ്യത്യാസമുണ്ട് കൊഴിച്ചിൽ. ഇതെല്ലാം നമ്മുടെ ചാനലിൽ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ ഇട്ടിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിലിൻ്റെ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ്. ഞാൻ ആമസോണിൽ ഒരു വെർജിൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർഡറായി 2 ദിവസം കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ആയെന്നുള്ള മെസ്സേജാണ് എനിക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കോവിഡിൻ്റെ ആയിരിക്കാം ഇങ്ങോട്ട് അവർ സാധനങ്ങൾ അയക്കുന്നില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ അതിനകത്ത് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് ബുക്ക് ചെയ്തത്. ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ മില്ലുകളുണ്ട്. വെളിച്ചെണ്ണ, അതുപോലെ അവലേസ് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചമ്മന്തിപ്പൊടി, ഇതൊക്കെ കിട്ടുന്ന മില്ലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ദിവസം വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഓയിൽ ഉണ്ടാക്കാൻ പോകുവാണേ. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് മേടിച്ചുകൊണ്ട് വന്നത്. അതിൽ 3/4 ഭാഗവും ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. മഞ്ഞൾപ്പൊടി നല്ല ഒറിജിനൽ അവിടെ പൊടിപ്പിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല കേട്ടോ. കാരണം വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയി, കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള സാധനങ്ങൾ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് കരിഞ്ജീരകം ഞാൻ ബോംബെന്നേ കൊണ്ടുവന്നേ കേട്ടോ. ഇവിടെ അങ്ങാടിക്കടയിൽ കിട്ടുമായിരിക്കാം, പക്ഷേ പെട്ടെന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ബോംബെന്ന് ബാക്കി ഇരുന്നത് കൊണ്ടുവന്നു. കുറച്ച് മേടിച്ചുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ കരിഞ്ജീരകം 4 സ്പൂണാണ് എടുത്തേക്കുന്നത്. സെപ്പറേറ്റ് പാത്രത്തിൽ എടുക്കണേ. ഹിന്ദിയിൽ കലോഞ്ചി എന്ന് പറയും. പിന്നെ അതേ സെയിം അളവിൽ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, സാധാ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. 2നും 2 പൊടിപ്പാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് തന്നെ പൊടിച്ചെടുക്കണേ. ഒത്തിരി അങ്ങ് പൗഡർ പോലെ ആവണ്ട, തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കരിഞ്ജീരകം പൊടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ, നമ്മുടെ കൈയൊക്കെ ചെറിയൊരു കറുപ്പ് കളർ വരുവേ. അതായത് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ കരിഞ്ജീരകം. അതുപോലെ നന്നായിട്ട് വളരാനും സഹായിക്കും. പെട്ടെന്ന് തന്നെ ഒരു 2-3 യൂസിൽ തന്നെ നമ്മുടെ കൊഴിച്ചിലിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഓയിലായത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ പിന്നെ എങ്ങനെ കൊഴിയുന്നതെന്ന്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ എന്ത് കാര്യവും ഇടയ്ക്ക് വിട്ടുപോയി റെഗുലറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പഴയപടി തന്നെയാകും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നില്ല, നമ്മുടെ ശീലങ്ങൾ മാറുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബോംബെ വെച്ച് ഇങ്ങോട്ട് വരുന്ന സമയം തൊട്ടേ ഓവർ സ്ട്രെസ്സും ടെൻഷനും, പിന്നെ ഒന്നിനും സമയമില്ല, മുടിയിലാതെ ഒരു ഇച്ചിരി എണ്ണ തേക്കത്തില്ല, ഭയങ്കര ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് ഇതെല്ലാം. എന്നാൽ ഇപ്പോൾ ഞാനൊന്ന് ഫ്രീ ആയി. അതിനുശേഷം അത്യാവശ്യം ഡെയിലി എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഇരിക്കുന്ന പാത്രം ഇറങ്ങാൻ പരുവത്തിനുള്ള പാത്രമായിരിക്കണം. അതായത് ഈ വെളിച്ചെണ്ണ നമ്മൾ ഡയറക്റ്റ് ചൂടാക്കുന്നില്ല, ഡബിൾ ബോയിലിംഗ് എന്ന് പറയും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ വെളിച്ചെണ്ണ പാത്രം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. വെള്ളം അകത്ത് കയറരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഈ എണ്ണ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ.
ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണയും ഈ പൊടികളും എല്ലാം കൂടെ ഒരു ഗ്ലാസ് കുപ്പിയിൽ ഒഴിച്ച് അടച്ചിട്ട് നല്ല വെയിൽ കണ്ടിന്യൂസ് ഒരാഴ്ച വെയിൽ കിട്ടുമെങ്കിൽ വെയിലത്ത് വെച്ചും എടുക്കാം. എനിക്കിവിടെ വെയിലിൻ്റെ ഭറോസയില്ല. കാരണം ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ മൂടിക്കെട്ടി നിൽക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നല്ലൊരു തണുത്ത ശേഷം കഴിവതും എണ്ണ ഒഴിച്ചു വെക്കുന്നത് ഗ്ലാസിൻ്റെ കുപ്പിയിൽ തന്നെ, ഗ്ലാസ് ജാറിൽ തന്നെ ഒഴിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിത് അരിക്കുന്നില്ല, ഇതോട് കൂടി തന്നെ അങ്ങ് ഇട്ട് വെക്കുക. എന്നിട്ട് ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കുലുക്കി കൊടുക്കണേ. നാട്ടിലുള്ളവരാണെങ്കിൽ അങ്ങാടിക്കടയിൽ അഞ്ചനക്കല്ല് മേടിക്കാൻ കിട്ടും. അത് ലേശം എടുത്ത് നല്ല ഭസ്മം പോലെ പൊടിച്ച് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അതും നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാൻ സഹായിക്കുന്നതാണ് ഈ അഞ്ചനക്കല്ലെന്ന് പറയുന്നത്. നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ, നാളെ മുതൽ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്ലൈ ചെയ്യുന്നതും സെയിം, നമുക്ക് സാധാ എണ്ണ തേക്കുന്നത് പോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ അരമണിക്കൂർ കഴിഞ്ഞോ സാധാ വെള്ളത്തിൽ എങ്ങനെയാണോ നിങ്ങൾ മുടി വാഷ് ചെയ്യുന്നത് ആ രീതിയിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവരും മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും ഈ എണ്ണ യൂസ് ചെയ്യൂ, നല്ല റിസൾട്ട് കിട്ടുമേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി. വീണ്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.